യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് അൽഫോൻസ. ഞാൻ ചാലക്കുടി അടുത്ത് എലിഞ്ഞിപ്രയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ വിദേശത്ത് ജോലി ചെയ്യാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ആൾ ഭയങ്കര നിരാശ. ആൾക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറയും ഇത്തിരി മുടി കൊഴിഞ്ഞ് പോണേന് എന്തിനാ ഇത്രയും വിഷമിക്കണേന്ന്. പക്ഷേ ആൾ ഭക്ഷണം കഴിക്കണത് തൊട്ടടുത്തുള്ളൊരു മുസ്ലിമിൻ്റെ കടയിൽ നിന്നായിരുന്നു. അപ്പോൾ ലീവിന് കഴിഞ്ഞ മാസത്തിൽ വന്നപ്പോൾ ഞാൻ വെഞ്ചിരിച്ച തേനും ഒലിവ് ഓയിലും കൊടുത്തു. അത് വന്നതിൻ്റെ പിറ്റേ ദിവസം 2 ദിവസം നല്ല ശക്തമായ ലൂസ് മോഷനായിരുന്നു. ഞങ്ങളാകെ പേടിച്ച്. അവൻ തന്നെ പറഞ്ഞു എന്തുട്ടമ്മ എനിക്ക് തന്നെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവാനെന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം എല്ലാം നോർമലായി. ആൾ നല്ല സന്തോഷത്തിലായി. അതുപോലെ തന്നെ പള്ളിയിൽ പോവൽ കുറവായിരുന്നു. കുമ്പസാരിക്കൽ അവിടെയൊന്നും പോവില്ല ആൾ. അപ്പോൾ പോയി തുടങ്ങിയോ? ഇപ്പം പള്ളിയിൽ പോയി വന്ന് 1 മാസത്തിനുള്ളിൽ 2 പ്രാവശ്യം കുമ്പസാരിച്ചു. നല്ല ഉഷാറായി അല്ലേ? ആ ഒരു വിഷമോ സങ്കടം അങ്ങനെ ഡള്ളായിട്ടിരിക്കുന്ന അവസ്ഥയൊക്കെ മാറി ഉന്മേഷമായി അല്ലേ? തലമുടി വന്നു തുടങ്ങിയോ? തലമുടി വന്നു തുടങ്ങി. നല്ലൊരു കൈയടി കൊടുത്തേ കണ്ടോ സ്നേഹമുള്ളവരെ. പറഞ്ഞത് വേറെ ഒന്നല്ല, അതിങ്ങനെയാണ്. അതായത് ആ മകൻ എവിടെയായിരുന്നു? വിദേശത്തായിരുന്നു. വിദേശത്ത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ എന്താ ഹലാൽ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. വിഗ്രഹാർപ്പിത ഭക്ഷണം, ഹലാൽ ഭക്ഷണം അതിങ്ങനെ സ്ഥിരം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവാണത്. അങ്ങനെ ഡള്ളായി. നമ്മളെപ്പോഴും താമസമുള്ള ധ്യാനത്തിന് പറയുന്നൊരു കാര്യമാണത്. താമസമുള്ള ധ്യാനത്തിന് അതിൻ്റെ സാക്ഷ്യങ്ങളൊക്കെയിലൂടെ നമുക്ക് കൃത്യമായിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ചിലപ്പോൾ ഇവനുണ്ടാക്കിയത് ഇതാണ്. ഏത് പ്രശ്നം വരാമെന്നറിയില്ല. ഇവൻ്റെ ജീവിതത്തിലുണ്ടായത് പ്രധാനമായിട്ടും ആൾ ഡള്ളായി പോയി, മുടി ഭയങ്കര കൊഴിച്ചിലായി, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ് വന്നത്. അങ്ങനെ ആൾ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അമ്മ തേനും കൊടുത്തു, ഒലിവയിലും കൊടുത്തു അല്ലേ? അതെ. രണ്ടും എങ്ങനെ കൊടുത്തത്? ഭക്ഷണത്തിൽ കലക്കി കൊടുക്കുക ചെയ്തത്? ഇല്ല, തേൻ ഞാൻ വായിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒലിവയിലും ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്തു. കണ്ടോ? അതോടുകൂടി കണ്ടില്ലേ, അതിൻ്റെ ഒരു പ്രകടമായൊരു ലക്ഷണമാണ് ഇങ്ങനെ ശക്തമായ വയറിളക്കം വരിക. നമ്മുടെ ശുശ്രൂഷകളിൽ പലപ്പോഴും അങ്ങനത്തെ സാക്ഷ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. ഈ വിഗ്രഹാർപ്പിത ഭക്ഷണം വയറ്റി പോകുമ്പോൾ ഒരു തെളിവാണ്. ചിലപ്പോൾ അതൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷെ മിക്കവാറും അങ്ങനെ കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ ഛർദ്ദിക്കും, അല്ലെങ്കിൽ ശക്തമായി ഇങ്ങനെ വയറിളക്കി പോകും. അങ്ങനെ പല പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയോടുകൂടി ആളുടെ എല്ലാ രോഗങ്ങളും മാറി. ഡിപ്രഷൻ, അല്ലെങ്കിൽ ആ ഡിപ്രഷൻ എന്ന് വെച്ചാൽ ഡള്ളായിരിക്കുക, ഒന്നിലൊരു താല്പര്യമില്ല, പള്ളിയില്ല, പ്രാർത്ഥനയില്ല, വിശ്വാസമൊന്നുമില്ല, ഇപ്പോഴും സങ്കടം, വിഷമം, ആരായിട്ട് മിങ്കിളിങ് ഒന്നുമില്ല, ഉൾവലിഞ്ഞ് ആകെ ഇങ്ങനെ മുറിയിലുള്ളിൽ തന്നെ ഇരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ മാറി. കണ്ടില്ല, ആൾ വളരെ ജിരിജിലായി, ഉഷാറായി. കണ്ടോ? നല്ലൊരു കൈയ്യടി കൊടുത്തേ. കണ്ടോ? മനസ്സിലായോ? ഇതാണ് ഇവിടുന്ന് പറയുന്നൊരു കാര്യം കേട്ടോ. രണ്ടാമത്തെ സാക്ഷ്യം, വീട്ടിൽ നല്ലപോലെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വെഞ്ചിരിച്ച വെള്ളം ഞാൻ തെളിക്കുകയായിരുന്നു. അത് തെളിച്ച് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ മാറി. പിന്നെ കുറച്ച് നാളായി. അപ്പം ഞാൻ വിചാരിക്കും 1-2 സാക്ഷിയൊക്കെ ആവട്ടെ, അപ്പം പറയാനോ. അപ്പോൾ ഇവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, അൽഫോൻസ് എന്ന മകളോട് കിട്ടിയ അനുഗ്രഹം ഇവിടെ വന്ന് പറയാൻ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറയാൻ ഉറുമ്പിന്റെ ശല്യം മാറിയതായിരുന്നു. 2ാമത് വന്നു. സാക്ഷ്യം പറയാതിരുന്നപ്പോ. അതെ. പിന്നെ പല്ലിയുടെ ശല്യം ഉണ്ടായിരുന്നു, അത് മാറി കിട്ടി. ജീവിത പങ്കാളിയും എല്ലാ തിരുനാളിനൊക്കെയാണ് ഒരിത്തിരി കഴിക്കുകയുള്ളായിരുന്നു. ഇപ്പം അച്ഛൻ്റെ ധ്യാനം അവിടെ എലിഞ്ഞിപ്രയിൽ വന്ന് കൂടിയതിൻ്റെ ഫലമായിട്ട് അത് പിന്നെ മദ്യം ഒട്ടും കഴിക്കില്ല. നല്ലൊരു കൈയ്യടി കൊടുത്തേ കണ്ടോ? നല്ലൊരു കൈയ്യടി കൊടുക്കും. 1 വർഷമായി എലിഞ്ഞിപ്ര ധ്യാനമൊക്കെ നടന്നിട്ട് കണ്ടോ? പിന്നെ ചേച്ചിയുടെ മോൻ്റെ മകന് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു. എന്നും കരച്ചിലും ബഹളം. ചേച്ചി പറയും എന്ത് ചെയ്യൂടി, ഇതിങ്ങനെ പോവാണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും സങ്കടം, വിഷമം. അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു. ഞാനിപ്പോൾ 2 വർഷമായി ഇവിടെ ഈ അത്ഭുത ജപമാല ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ കൂടിക്കൊണ്ടിരിക്കുന്നത്. മാസത്തിൽ ഞങ്ങളിവിടെ വരുന്നുണ്ട്. അതിന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പം സന്തോഷമാണ്. കൊച്ചിന് സ്കൂളിൽ പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളൂ. നല്ലൊരു